വന്നപ്പോൾ ഫസ്റ്റ് മൂവി തന്നെ വേണിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ കൊച്ചുമകളായിട്ടല്ലായിരുന്നു ആക്ട് ചെയ്തത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യത്തെ മൂവി ഡയറക്റ്റ് ചെയ്തത് പലീരിയങ്കിളാണ്, രഘുനാഥ് പലീരിയങ്കിൾ. പിന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് വേണുങ്കളുണ്ട്, ഇന്ദ്രജിത്ത് ഏട്ടനുണ്ട്, ഭാമ ചേച്ചിയുണ്ട്. അപ്പം ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കറിയില്ല ഇവരുടെയൊക്കെ പ്രൊഫഷണലി ഇവരെത്ര അക്കംപ്ലിഷ്ഡ് ആണെന്നൊന്നും അറിയുന്നൊരു വയസ്സായിരുന്നില്ലെന്ന് എനിക്ക്. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, ഇപ്പോഴും എനിക്ക് സിനിമയെ പറ്റി ആലോചിക്കുമ്പം ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആ വീട് ആണ് അന്നത്തെ സെറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുക, നമ്മൾ ആദ്യം എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ആരെങ്കിലും വന്ന് സംസാരിക്കുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു സെറ്റിൽ പോയാൽ ആദ്യം എങ്ങോട്ട് പോകണം, എവിടെ ഇരിക്കണം. അപ്പോൾ അതെനിക്ക് ആ മൂവി ഭയങ്കര ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ തന്നെ വേണുങ്കളുടെ കൂടെ ഇൻഫാക്ട് വേണുങ്കൾ പോകുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 2 months മുമ്പ് വരെ ശരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കാണാറ് വേണുങ്കളിൽ. എനിക്ക് ഒരു പടവും കൂടെ എപ്പോഴെങ്കിലും ചെയ്യാൻ കിട്ടുമോ എന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയായിരുന്നു അത്. ഫസ്റ്റ് മൂവി തന്നെ സെറ്റിൽ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്കൊന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് പിന്നെ എല്ലാവരും ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല നമ്മളുടെ പേരെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം അതുകൊണ്ട് അന്ന് ആ ഐസ് ബ്രേക്കിംഗ് വാസ് ഇൻ എ ബിഗ് ഇഷ്യൂ. പ്രോബബ്ലി ഇഫ് ഐ വെന്റ് ടു എ സെറ്റ് ആഫ്റ്റർ ഐ ഗ്രൂ അപ്പ് എനിക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായേനെ. ലൈക്ക് ഐ വുഡന്റ് നോ വാട്ട് ടു ഡു. ഇല്ല എന്താ പറയുക, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഇവരൊക്കെ എങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട് പോലെ തന്നെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഒരു മൂവി സെറ്റ്.